ഇതിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്ന ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 18 അധ്യായത്തിൻ്റെ 25 വാക്യം. ദയാലോട് നീ ദയാലാകുന്നു. ഇവിടെ വായിക്കുന്നത് ദയാലോട് നീ ദയാലാകുന്ന ദൈവം. മനുഷ്യൻ ദയ ചെയ്യുമ്പോൾ ദൈവത്തിന് മനുഷ്യരോട് ദയ ഉണ്ടാകുന്നു. തീർച്ചയായി ദൈവത്തിൻ്റെ ദയ ഉള്ളതുകൊണ്ടാണ് നാം തകർന്നു പോകാതെ, മുടിഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ നിൽക്കുന്നത്. കാരണം പിതാവിൽ പുത്രൻ മധ്യസ്ഥ അണഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം നാം നിലനിൽക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം ചില ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ലോകത്തിൽ അനേക ജീവികളുണ്ട്. മനുഷ്യരിൽ നിന്ന് ആരോഗ്യവും വലുപ്പവും ഒക്കെയുള്ള അനേക ജീവികളുണ്ട്. ഉദാഹരണത്തിന് ആന, കരടി, സിംഹം, ഒട്ടകം, മയിൽ, ചുരുക്കം പറഞ്ഞ് ഉറുമ്പ് വരെ ലോകത്തിലെ ജീവികളിൽപ്പെട്ടതാണ്. പക്ഷേ മനുഷ്യൻ ജീവജാലങ്ങളെക്കാളും വിശിഷ്ടേറിയതാണ്. ദൈവത്തിൻ്റെ സദൃശത്താലും ദൈവത്തിൻ്റെ സ്വരൂപത്താലും ഒക്കെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട്. പക്ഷേ മനുഷ്യനൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ലോകത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. കാരണം ഈ മൃഗങ്ങൾക്കൊന്നും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ അറിയത്തില്ല. ഇതുപോലെയാണ് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരുടെ അനുഭവം മൃഗങ്ങളെപ്പോലെയാണ്. സ്തോത്രം. നീ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നെങ്കിൽ മൃഗത്തിന് തുല്യമാണ്. വീണ്ടും വിചാരമില്ലാതെ ഈ ലോകത്തിൽ ദൈവബന്ധമില്ലാതെ ഇരുളിൽ തപ്പി നടന്നു ഒരാഴ്ച മുഴുവനും അവസാനിപ്പിക്കുന്നെങ്കിൽ നീ മൃഗത്തിന് തുല്യമായി തീരുകയാണ്. മറിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ നീ മൃഗത്തിന് തുല്യമുള്ള മനുഷ്യനല്ല, ദൈവമായുള്ള ബന്ധത്തിലാണ്. മാത്രമല്ല, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ വിശിഷ്ടേറിയതാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ് വിശിഷ്ടേറിയത്, പ്രത്യേകതയുള്ളത്. ആ ദൈവത്തെ അകമഴിഞ്ഞ് നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും സ്തോത്രം മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അതാ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നെങ്കിൽ മൃഗത്തിന് തുല്യമാണ്. രണ്ട്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാണ്, മാത്രമല്ല വിശിഷ്ടേറിയതാണ്. അതുകൊണ്ട് ഈ മാർമികമായ സത്യം നാം ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് വാഴ്ത്തണം. മാത്രമല്ല, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യര് ഈ ലോകത്തിൽ തന്നെ ജീവിച്ച് മരിക്കുകയാണ്. കാരണം മൃഗത്തിന് തുല്യമായി മൃഗം താഴോട്ടാണ് നോക്കുന്നത്. താഴോട്ടുള്ള അതിനുള്ള ആഹാരങ്ങളൊക്കെയും താഴോട്ട് നോക്കിയാണ് അത് തിന്നുകയും വെള്ളം കുടിക്കുകയും മുമ്പോട്ട് പോകുന്നത്. മേലോട്ട് നോക്കുന്നില്ല. ചിലർ മനുഷ്യരിങ്ങനെയാണ്, അവർ താഴോട്ട് നോക്കിയാണ് ജീവിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ നന്മകൾ കൊണ്ട് ജീവിച്ച് മരിക്കുകയാണ്.
പക്ഷെ ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയും, ഞാൻ എൻ്റെ കണ്ണ് ഉയരമുള്ള പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. സ്തോത്രം. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം, സ്തോത്രം, ഉയരമുള്ള അല്ലെങ്കിൽ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കിയാണ് ദൈവ അനുഗ്രഹവും നാം പ്രാപിച്ചെടുക്കുന്നത്. മാത്രമല്ല, ഈ ഉയരത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹം പ്രാപിച്ചവർ പിന്നെയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കും. അവൻ മേലോട്ട് നോക്കിയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്, പിന്നെ താഴോട്ട് നോക്കില്ല. ഒരിക്കൽ മേലോട്ട് നോക്കി അനുഗ്രഹം പ്രാപിച്ചവർ പിന്നെ അവർ താഴോട്ട് നോക്കില്ല. എന്നാൽ ചിലർ അങ്ങനെയല്ല, ചിലർ താഴോട്ട് തന്നെ നോക്കി ജീവിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു മാർഗ്ഗമോ ഒരു ദൂത് പറയുകയാണ്, നീ മേലോട്ട് നോക്കി ജീവിച്ചാൽ നീ താഴോട്ട് നോക്കേണ്ടി വരില്ല. കാരണം ദൈവം ഉയരങ്ങളിൽ നിന്ന് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നു സമൃദ്ധിയായി അനുഗ്രഹിപ്പാൻ ഒരു മതിയായ ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ജീവിതത്തിലുണ്ട്. പക്ഷേ അത് എന്നേക്കുമായ ഒരു കഷ്ടതയല്ല, മറിച്ച് സ്തോത്രം, അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവം ഒരിക്കൽ തൻ്റെ അനുഗ്രഹമായ കരമയച്ച് വിടിയിപ്പാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകത്തിൽ നമ്മെ വിടിയിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തു. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കി ജീവിക്കുന്നെങ്കിൽ ഉയരത്തിൽ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശരായി, അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല. ഹൃദയം ചുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നാം ലജ്ജിക്കും. നാം ദൈവത്തിൻ്റെ മുഖം നോക്കിയവർ ആരും ലജ്ജിതരായിട്ടില്ലെന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. സർവശക്തനും വല്ലവനുമായ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അവൻ സ്തോത്രമാലിലെ സ്റ്റോപ്പില്ല. പ്രൈസലാമേ, അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് യേശുവിനെ ആരാധിക്കുകയും ദൈവസ്ഥലം ഉയരങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പ്രൈസലാമേ, ഹല്ലേലൂയ. ഒരിക്കൽ ഉയരത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ചവർ പിന്നെ മറക്കില്ല ദൈവത്തെ. പിന്നെയും അവർ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കാരണം പ്രൈസലാമേ, ഈ ലോകത്തിലേക്ക് നോക്കി ജീവിക്കുന്നവരെല്ലാം ലജ്ജിതരാകുമ്പോൾ ഉയരത്തിലേക്ക് നോക്കുന്ന ദൈവത്തെ നോക്കുന്ന ഒരു ദൈവ ഇതിൽ പ്രൈസലോ ലജ്ജിതരാകില്ല. മറിച്ച് സ്തോത്രം, ദൈവ അനുഗ്രഹത്തോടെ നടത്തുവാൻ ഒരു നല്ല കർത്താവ് എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിൻ്റെ ഉയരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. അതാണ് ഒരു ദൈവപതിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ കിളിവാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അപ്രയമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയും. ചിലർ പലതും പറയും, അവിടെ ബന്ധിച്ച് ഇവിടെ ബന്ധിച്ച് അവിടെ എന്തൊക്കെ ചെയ്ത് നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്, നിനക്കെതിരായിട്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇതൊന്നും ദൈവസന്നിധിയിൽ ബലം പോകില്ല. കാരണം ദൈവം നിന്റെ ബന്ധനങ്ങളെയൊക്കെ അഴിപ്പാൻ ശക്തനായ ദൈവമാണ് യേശു ക്രിസ്തു. മടയനായ ചില ഉപദേശകർ ഈ ലോകത്തുണ്ട്. അവർ ദുരുപദേശങ്ങൾ നൽകി മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ പ്രൈസലാമേ, ഹല്ലേലൂയ, ഒരുവനുണ്ട് അവങ്കിലേക്ക് നോക്കിയവരുടെ പ്രായശ്വരായി അവിടെ ലജ്ജു പോയിലുമില്ല എന്ന് തിരിയുന്ന പോലെ ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന ദൈവം